വീട്ടിലേക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേഗം പണികൾ തീർത്തിട്ട് നീരവും ഞാനും കൂടെ വണ്ടികൾ കഴുകാൻ ഇറങ്ങിട്ടോ. അവൻ്റെ വണ്ടി എൻ്റെ വണ്ടി കഴുകണമായിരുന്നു. കാരണം രണ്ടിലും നല്ല മാതിരി പൊടിയും നല്ല മാതിരി മാറാല പോലെ എന്തോ പശ പോലൊരു സാധനമൊക്കെ എന്താ മനസ്സിലായില്ല. എട്ടുകാലി എന്തായാലും വില കൂട്ടിയതല്ല. കുറച്ച് പുറം പണികൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ചെടികളൊക്കെ നനച്ചു. പിന്നെ ഭാഗത്തൊക്കെ നല്ല മാതിരി മണ്ണും ചളിയും ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തു തോന്നുന്നു. അപ്പോൾ വേഗം അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മാതിരി തുടച്ചെടുത്തു. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ കയറി അംഗൻവാടിയിൽ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അവൻ്റെ ടോയ്ലറ്റ് പരിപാടികളും കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇഡ്ഡലി ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഞങ്ങളിപ്പോൾ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ ഫാനായിരുന്നു അമേശമ്മ, അത് മാറ്റി ഞങ്ങളിപ്പോൾ അവിടെ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അവൻ അംഗൻവാടിയിൽ വിട്ട് പിന്നെ ഞാൻ കറി വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫിഷ് മാർക്കറ്റിലേക്ക് ഒന്ന് കയറി. അവിടെ നീരവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്ത് മീനാണ് മേടിക്കേണ്ടത്. അപ്പോൾ അവൻ മത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വറുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്യുള്ള മത്തിയാണ് കേട്ടോ കിട്ടിയത്. കിലോന് 240 അങ്ങോട്ടായിരുന്നു. അപ്പോൾ അര കിലോ ഞാൻ മേടിച്ചുള്ളൂ, കുറച്ച് വറക്കാനും കുറച്ച് കറി വയ്ക്കാനും. അപ്പോൾ വേഗം അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കറി വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് എത്തി. അതിന് സബോളയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് വേപ്പില അതൊക്കെ ചതച്ചിട്ടിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് ഞാൻ അതിൽ കുറച്ച് മുളക് പൊടി, അതായത് നീരവിന് എരിവ് പറ്റില്ല, അപ്പോൾ ഞാൻ 1 സ്പൂൺ മുളക് പൊടി എരിവുള്ളതും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങനെയാണ് ഇട്ടിട്ടത്. സാധാരണ 1.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഞരടിയിട്ട് പിന്നെ ഇങ്ങനെ ചട്ടിയിൽ മീൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെ അടുപ്പത്ത് വെക്കുക ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ തിളപ്പിക്കാൻ വെക്കുക ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ വറക്കാനുള്ളതിൽ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ അല്ലി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനെ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടു. പിന്നെ മുളക് പൊടി ചെറിയൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ പേരിന് ഇത്തിരി വെള്ളം, ഇതൊക്കെ കൂടി ഉപ്പ് ഇടാൻ മറന്നു കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റാണ് ഉപ്പിട്ടത്, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് വേണേ ഇത്തിരി കുരുമുളക് പൊടി ഇടാം, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത്തിരി വേപ്പിലും ഇടാം. അങ്ങനെ എല്ലാം കൂടി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെയായിരുന്നു, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. വറുത്ത് കഴിഞ്ഞാലും നല്ല സ്മെല്ല്. ഞാൻ ഞങ്ങളുടെ കൂടെ ഒരു തിരുവനന്തപുരംകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ദുബായിൽ. അപ്പോൾ അവരുടെ നിന്ന് പഠിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, അടിപൊളിയാണ്. ഏത് മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും അറിയുമെന്നൊന്നും അറിയില്ല, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് വെക്കുന്നത്. 5 മിനിറ്റോളം ഞാൻ മീൻ പരത്തി വെച്ചു. അപ്പോഴേക്കും ചോറും ഒരടുപ്പത്ത് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ മീനും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയ്യോടെ ഞാൻ മീൻ വറുത്തിട്ട് മാറ്റി. പിന്നെ കറിയിലേക്ക് കാച്ചാൻ ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞ് അതിലിട്ടു. ബാക്കി വെളിച്ചെണ്ണയിലിട്ടോ കുറച്ച് വേപ്പിലിട്ട്. പിന്നെ ഞാൻ സീരിയൽ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യണത്. വേറൊരു ഫോണുണ്ട് സനേഷൻ്റെ, അപ്പോൾ അതിൽ സീരിയൽ വെച്ചിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കറിയും കൂടെ കാച്ചി. പിന്നെ ഞാൻ കുറച്ച് സബോളയൊക്കെ അരിഞ്ഞിട്ട് കയ്യോടെ വേഗം കഴിക്കാമെന്ന് വെച്ചു. അടുത്ത വീഡിയോയിൽ കാണേ. ടാറ്റ ബൈ ബൈ, സീ യു.